കണ്ടത് ആരും പിടിക്കാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒറ്റ എടുക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ പിടിച്ചോണ്ട് മാത്രം ഞാൻ ഒഴിവാക്കി തന്നെയാണ്. അല്ല ഞാനതെല്ലാം വീഡിയോ എടുത്തോളാം. അല്ല ഇനി വീഡിയോ ഓഫ് ആക്കിയ ഞാൻ അവരോടത് പറഞ്ഞു. എല്ലാ വീട്ടിലും കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വെളിച്ചുകൊണ്ടോ ഇൻവേർട്ടറിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കറണ്ട് എപ്പം പോകുന്നോ 10 എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാനും പിന്നെ പറയുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും പറയും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങള് കാത്തിരുന്ന ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഞാൻ കാത്തിരുന്ന ഇതൊന്ന് വൃത്തിയാക്കലുള്ള വീട് നമ്മള് കാത്തു നിന്നത്. ഇവൻ ഈ വീടെല്ലാം വൃത്തിയാക്കുന്നുണ്ട് പോലും. അതുകൊണ്ട് ഞാൻ അതെല്ലാം വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇതെന്നാ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. വീടിന്റെ ഏകദേശം ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി. ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെറിയൊരു വർക്ക് എൻ്റെ സൈഡിൽ നിന്നുണ്ട്. ബാക്കിൽ നിന്നുള്ള കുറച്ച് പരിപാടി ആക്കാനുണ്ട്. ഏതായാലും ഞാൻ ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് ആണല്ലോ നമ്മളെ മെയിൻ. നിങ്ങളെ ഇന്നലെ ഒരാളെ കമന്റ് ചെയ്യാൻ കണ്ട് അതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ടെറസിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഇട്ട പോളികാർബൺ എന്നല്ലേ അതിന് പറയാം. അങ്ങനെ എന്തോ ആണെന്ന് പറയാം. അതിൻ്റെ ഒരു തമ്പനയിലുള്ള ഫോട്ടോ കണ്ടിട്ടാന്ന് തോന്നുന്നു. അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് ഒരാളെ പറഞ്ഞില്ല കേട്ടാ. ഞാൻ തന്നെ എഴുതിയിട്ടതല്ല, സത്യമായിട്ട് ആരോ ഒരാളെ അപ്പോഴാണ് എനിക്ക് ആലോചന വന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടും, അപ്പോൾ എനിക്ക് കണ്ടന്റുകൾ കിട്ടും. അപ്പോൾ അത് കാണിക്കുന്ന കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു അതിൻ്റെ താഴെ കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇറങ്ങി കേട്ടോ. നീയല്ലേ അമ്മേനെല്ലാം സഹായിക്കലല്ലേ? ഇനി അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛനെ സഹായിക്കണോ? സഹായിക്കൂലേ? ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞേ. എല്ലാ വീട്ടിലും കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വെളിച്ചുകൊണ്ടോ ഇൻവേർട്ടറിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കറണ്ട് എപ്പം പോകുന്നോ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇൻവേർട്ടർ പോകും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഇന്നലെ രാത്രി പോകുന്ന ഇവിടെ കറണ്ട് ഇല്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ഒപ്പടം ചെയ്യാം. ഇപ്പൊ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ അപ്പടെ എല്ലാവരും ഓടിപ്പോയിച്ച് ഫാന് ടി വി പിന്നെയും ഒക്കെ വലിയ ചാർജ് എടുക്കൂല എന്ന് വിചാരിക്കാം. ബാക്കി ഫാന് അടുക്കളയിലുള്ള സകലമാന ലൈറ്റ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഓഫാക്കിയിട്ട് മെയിൻ വേണ്ട 1-2 ബൾബല്ലേ. ഇവിടെ കറണ്ട് ഉണ്ടെങ്കിലും കറണ്ട് ഇല്ലെങ്കിലും ഇവിടെ എത്ര ഫാൻ ഉണ്ടെങ്കിലും അതും കറങ്ങണം, എത്ര ബൾബ് ഉണ്ടെങ്കിലും അതും കത്തണം. അത് 5 മിനിറ്റ് 5 മിനിറ്റ് അത് കഴിഞ്ഞ പാട് പിന്നെ ഫുള്ള് ഇരുട്ട്. പിന്നെ ഇരുന്നിട്ട് ഇങ്ങനെ അനക്കൊരു പോയിന്റ് പറയാറുണ്ട്. കറണ്ട് ഇല്ലെങ്കിൽ ഇവര് വീഡിയോ എടുക്കാൻ നിൽക്കും. അന്നേരല്ലേ ഫുൾ ലൈറ്റ് ഇടുകയും വേണ്ടേ? അതല്ല ഒരു ഉപകാരം ഇതുവരെ കിട്ടിയില്ല. ചർച്ച അറിയാം ഒലക്ക പോലത്തെ ഇൻവേർട്ടർ ആക്കിയിട്ട് കംപ്ലൈന്റ് ഉള്ള സാധനം ഇവർ രണ്ടാളുള്ള ഡയലോഗുകൾ. ഇത് ഈ കത്തുന്നതിനൊന്നും ഒരു കണക്കൂല. അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങൾ എത്ര ലൈറ്റ് ഇട്ടോക്കലുണ്ട്, ബൾബ് ഇട്ടോക്കലുണ്ട്. അതിലെടുക്കാൻ തീർക്കില്ലേ? വീഡിയോ എടുക്കാൻ ലൈറ്റിന് വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇൻവേർട്ടർ ആക്കീന്. ഇപ്പൊ നോക്കോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് തുറക്കുമ്പോ ലൈറ്റ് ഇല്ല. നിങ്ങളിപ്പോ ഇത് മാറ്റി വിരിക്കുന്നുണ്ടോ അതോ സഹായിക്കാൻ അൻപി ഉണ്ടപ്പാ? കണ്ടത് ആരും പിടിക്കാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒറ്റ എടുക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ പിടിച്ചോണ്ട് മാത്രം ഞാൻ ഒഴിവാക്കി തന്നെയാണ്. അല്ല ഇതെന്നായത് സാധനം ഒന്നും കൂടി ഒന്ന് എന്നായത് പേപ്പർ ഇവിടെ പിന്നെ ബൾബിന്റെ ആവശ്യമില്ലല്ലോ. നല്ല വിളിച്ചാണ്. ഷീറ്റ് ഇടുമ്പോ കാല് കെട്ടുന്നത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് നമ്മളല്ലേ. എന്നാ ഇത് ഈ ഒരു ഏരിയ നമുക്ക് ആ പുല്ല് വിരിക്കണം. പിന്നെ ഈ ഒരു സാധനം ഇന്നലെ ആരോ കമന്റ് ഇട്ടിന്, ഒരേ ഒരു കമന്റ്, ഒറ്റ കമന്റ്, വീണ്ടും ഞാൻ പറഞ്ഞ ഒരു കമന്റ് ഈ ഒരു സാധനത്തോട് കാണിക്കണം. അപ്പോൾ ഏതായാലും അത് ഫുൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഏരിയ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഫുള്ള് ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മഴ തന്നെയായിരിക്കും. 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഷീറ്റിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ഉള്ള ഓർഡർ തന്നെ ആല് കെട്ടിട്ട് ആല് തന്നെയല്ലേ നിങ്ങൾ പറയാം. നമ്മൾ ഈ കയറ് അശ, ചില സ്ഥലത്ത് അശ, നമ്മളിവിടെ ആലിന്ന് പറയും. കെട്ടിത്തരാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ കെട്ടിക്കൊടുത്തു, ഫുൾ കയറാക്കി. അപ്പോൾ എനിത് വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. എനിക്കിത് ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഫുൾ ഡ്രസ്സാണ്, നിങ്ങളിങ്ങനെ അങ്ങോട്ടൊക്കെ കാണും, ഫുൾ ഡ്രസ്സാണ്.
അതാണ് ഇന്നോട്ടെ. ബാക്കി കുറച്ച് പെയിൻറ്റിൻ്റെ ബക്കറ്റും കാര്യങ്ങളുണ്ട്, അതിൽ ഇരുന്നൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഇനി ആ സാധനം വിരിച്ചു കൊടുക്കണം. അതാണ് ഇന്നത്തെ മെയിൻ ടാസ്ക്. എല്ലാരും ഇതും കൂടി മിക്സ് ആകല്ലേ. അതും വെള്ളമല്ലാണ്, ഇതിലും കുറച്ച് ബാക്കിയുള്ള പെയിന്റുകളാണ്, ഇതെല്ലാം ടച്ച് ആക്കേണ്ടതാണ്. പുറത്ത് വൃത്തിയാക്കുമ്പോ അകത്ത് നമ്മളെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട്. അത് ആവാണ്ടിരിക്കാനാണ് മോനെ ഈ അത് ആവാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഈ മേറ്റെല്ലാം വിരിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷയില്ല. നമുക്ക് ആദ്യം ഇതടിയിൽ വിരിച്ചു കൊടുക്കാം അല്ലേ. മോനെ അഞ്ച് പിടിക്കുന്നോണ്ട് മാത്രമേ ഏളി പോന്നു. എടാ അഞ്ച് നിന്റെ കനം കൂടി എടുക്കണം നമ്മളിപ്പോ. ഇവിടെ സൈഡ് നോക്ക്, ഈ ഷീറ്റിന്റെ മുകളിലെല്ലാം ചപ്പും ചവറെല്ലാം വീണാലും നമുക്ക് ഇവിടുന്ന് കാണൂല, അതുകൊണ്ട് വൃത്തിയായിട്ട് തിരിയൂല. പക്ഷെ ഇതങ്ങനെയല്ല, ഇതെന്ത് സാധനം വീണാലും കറക്റ്റ് കാണുകയും ചെയ്യും, കാണുമ്പോൾ വൃത്തിയായിട്ട് തിരിയുകയും ചെയ്യും. പക്ഷെ ഇത് നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട്. എടാ പച്ച ചോപ്പ് ഇത് ചപ്പിന്റെ അതങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ആ മഴയും കാണണം, പിന്നെ ആ ചപ്പുകളും പ്രകൃതി രമണീനെ നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഇത് ഈ ഒരു ഏരിയയില് വെള്ളം എന്താണെന്നറിയില്ല, വെള്ളം തെറിച്ചതായിട്ട് തോന്നുന്നില്ല, ഇവിടുന്ന് മറിഞ്ഞാന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഈ ഒരു ഏരിയ ചെറുങ്ങനെ നോങ്ങാനുണ്ട്. കുറച്ച് പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ചെറുങ്ങനെ ഇടക്കിടക്ക് വെയിൽ വരുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നോക്കട്ടെ, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അടുത്ത വെള്ളം ഒന്ന് പോയതിനു ശേഷം അവിടെ വിരിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ വെച്ചാൽ വെള്ളം ഈർപ്പത്തോടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനം പെട്ടെന്ന് പോയി പോയാലോ. അപ്പോഴത്തേക്ക് ഇത് കണ്ട ഈ ഒരു ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് ഔട്ട് ചെയ്യാനുണ്ട്, അതൊന്ന് താഴെ കൊണ്ടുപോയി ഇറക്കിയിട്ട് വരാം. നീ വേഗം ഇറക്ക, ഞാനതെല്ലാം വീഡിയോ എടുത്തോളാം. അല്ല ഇനി വീഡിയോ ഓഫ് ആക്കിയ ഞാൻ അവരോടത് പറഞ്ഞു, നിങ്ങളത് കേട്ടല്ലോ അല്ലേ. ഇനി ഇത് ഇറക്കുന്നത് പ്രത്യേകിച്ച് കാണണ്ടായിരുന്നില്ലല്ലോ, ഒന്നും കാണണ്ടായിരുന്നില്ല. എന്നാലും ഇനി അത് ഓഫാക്കിയിട്ട് നീ കൂട്ടത്തിൽ വന്നിട്ട് ഇറക്കും. ബാമനെ എന്നാ കിണിക്കുന്നിങ്ങനെ എല്ലാം ഇറക്കണം. ഈ സംഭവമില്ലേ, ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ഈടെ ഒരു വെള്ളം വീഴുന്ന ഇതിന്റെ പൈപ്പ്, അപ്പൊ ഡയറക്റ്റ് വെള്ളം വന്നിട്ട് താഴെ വന്നടിച്ചിട്ട് ഈ ജനൽ തേച്ചും വെള്ളം നനയുന്നു. ഇനിയിപ്പോ ഈ സംഭവം കാണുന്നുള്ളൂ, വേറൊരു പൈപ്പ് ഇട്ട് കൊടുക്കണം. ഇതിപ്പോ തൽക്കാലത്തേക്ക് ഇല്ലോണ്ട് ഞാൻ ഇതെടുത്ത് ഇടുന്നേ ഉള്ളൂ കേട്ടോ. ഫുള്ള് മഴ, ആ പുറത്തത് ഉണങ്ങുമ്പോഴത്തേക്ക് പണി കുറേ ഉണ്ട്. ഏകദേശം ആയി കേട്ടോ, മൊത്തത്തിലായി. ഇനിയിപ്പോ ഈ ബൾബും കൂടി ഉണ്ട്, കുറെ ബൾബ് ഊരി വെച്ചതും വാങ്ങി വെച്ചാൽ ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി എല്ലാം ഫിറ്റ് ആക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മളെ പരിപാടിയാവും. കാലം കത്തും ഞാമോ നോക്കണ്ടെങ്കിൽ കരണ്ടും ഇല്ല. ഇതെല്ലാം കത്തുന്നത് ഞാമോ കുറെ ഉണ്ടായി, ആദ്യമേ എടുത്തു വെച്ചത്, അതെല്ലാം എടുത്തിട്ട് ആയി കേട്ടോ. ഏകദേശം ഇന്ന് ലാസ്റ്റ് ആ ഗ്ലാസിന്റെ വർക്കും കൂടി ഇനി ബാക്കിയുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ എന്റെ കുറച്ച് വർക്കുകളാണ് ഇതിൻ്റെ ഉള്ളില്. കുറെ ഫോട്ടോ നോക്കല്, പിന്നെ കുറച്ച് പരിപാടികള്, ഒരു ഹോം ടൂറിന് ചെയ്യാൻ വേണ്ടിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. നമ്മളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അങ്ങനെയുള്ള ആയിട്ട് നിങ്ങളെ കാണിക്കണ്ടേ. പോലെ ജനറേറ്റർ അടിച്ചിട്ടുണ്ട്, കറണ്ട് ഇല്ലാത്തോണ്ട് അവര് ജനറേറ്റർ ഓൺ ആക്കിയിട്ട് തന്നെയാണ് ഗ്ലാസ് എല്ലാം ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇതവര് മിഞ്ഞാന്ന് വന്നിട്ട് ഫിറ്റ് ആക്കിയിട്ട് പോയി. അപ്പൊ എപ്പുറത്തെ റൂമിലും കൂടി ഇനി ഗ്ലാസ് ഫിറ്റ് ആക്കണം, അതിനിപ്പം വന്നിട്ടുണ്ട്, അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കലാണ്. അപ്പൊ ആ ഗ്യാപ്പിന് ബാക്കിയുള്ള പരിപാടിയും കൂടി തീർത്തു കഴിഞ്ഞാൽ ഇന്നത്തേക്ക് ഏകദേശം ഫുൾ വർക്ക് ഫിനിഷായി. പിന്നെ ഇനി പുറത്തുനിന്നുള്ളൊരു പരിപാടിയില്ല. അപ്പൊ അടുത്ത വീഡിയോ മിക്കവാറും എന്താവും, ഹോം ടൂർ ആവാനാണ് സാധ്യത കാണുന്നത്. ഹോം ടൂർ ഇനി കാണിക്കാൻ വേണ്ടി ഒന്നും ബാക്കിയില്ല, എല്ലാം ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഉള്ളെന്നെല്ലാം കാണിച്ചു. ഈ ഒരു ഗ്ലാസും കൂടി അവരിപ്പോ ഫിറ്റ് ആക്കും കേട്ടാ. ഫൈനലായിട്ട് ഇനി ഉള്ളത് ഈ ഒരു ഗ്ലാസും അപ്പുറത്ത് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ലൈഡിങ് ഗ്ലാസും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതും കൂടി കഴിഞ്ഞാല് ആയി. അപ്പോഴത്തേക്ക് പിന്നെ കർട്ടനാണ്, കർട്ടന്റെ ഇവര് ഫിറ്റ് ആക്കിയ പാട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുൾ വർക്ക് ഫിനിഷായി. പിന്നെ ഈ മഴയിലായതുകൊണ്ട് പുറത്തെ പെയിന്റ് അടിയെല്ലാം ആകെ കൊളായി പോയിട്ടാ. ലാസ്റ്റത്തേക്ക് ഇവര് വെച്ച് ലാസ്റ്റ് അടിക്കുന്നതിനെ വിളിച്ചു നോക്കെ. ഞാൻ പറഞ്ഞ മതി നിർത്തിക്കോ, അതിന് വെയിൽ വരുമ്പോ ചെറുങ്ങനെ ടച്ചാക്കാനേ ഉള്ളൂ. 1-2 പണി പെയിന്റിന്റെ സ്ഥലം ബാക്കിണ്ടായിരുന്നു, അത് ഞാൻ ഒഴിവാക്കി ലാസ്റ്റ്. കാരണം അവർക്കും നഷ്ടമാണ്, നമുക്ക് നഷ്ടമാണ്. വരുന്ന ദിവസം വെറുതെ വന്നിട്ട് മഴയായിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാ. വെള്ളം ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ട് ഇപ്പം ഇരിക്കുന്നില്ല.
ആരൊന്നും പറയരുത്. ഇതെല്ലാം തിരിക്കുക ഇപ്പം തന്നെ എല്ലാം സെറ്റാക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഒന്ന് ചെറുതായിട്ട് അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ നനവ് കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മേറ്റെല്ലാം പോയിപ്പോവും. അതിൽ നല്ല അതൊന്ന് ഉണങ്ങട്ടെ. ഏത് വെയിലെല്ലാം വന്നാൽ കണ്ടിട്ടാണ് വേഗം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. നടക്കും തോന്നില്ല. ഇനി ഒരു ഗ്ലാസ് 2 സൈഡിലേക്ക് പോകുന്നില്ലേ ഇത്? ഇതെന്നാമേ ഒരു ചായ മാത്രം ഇതായിരിക്കാം. ഒരു ചായ മാത്രം അതെനിക്കറിയില്ലേ കേട്ടാ. നന്മയുള്ള എനക്ക് മാത്രം എനിക്ക് പാല് എനക്കത് സ്പെഷ്യൽ ക്ലാസ്സില് എനിക്ക് ലോക്കൽ ക്ലാസ്സില്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോന്റെ നമുക്ക് എങ്ങനെ അടുത്ത വീഡിയോന്റെ മുകളിലത്തെ ആ ഒരു സംഭവം കൂടി എടുക്കാനുണ്ട്. ഏത് മുകളിലത്തെ രണ്ടാമത്തെ ക്ലാസ് അവർ ഫിറ്റ് ആക്കുന്നുണ്ട്. അതും കൂടി രണ്ടാമത്തെ ക്ലാസ് ഫിറ്റ് ആക്കുന്നുണ്ട്. അതും കൂടി ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ ഇല്ല, അത് നീ വരാത്തോണ്ട് നമ്മളത് ഫുള്ളായിട്ട് വിരിച്ചു. പറഞ്ഞുതരാൻ ആളില്ലാത്തോണ്ട് കൃത്യമായിട്ട് നീന്റെ ആ ഒരു അത് എങ്ങനെ വേണമെന്ന് പറഞ്ഞു തരാണ്ട് നമുക്ക് ഇടാൻ പറ്റും. ഇവര് ക്ലാസ് നോക്കി അവര് പണിയെടുത്ത് നോക്കിക്കാൻ പോയിട്ട് ആടെ നോക്കി ഞാൻ ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോന്ന് ഇവക്ക് താഴെ ഈ പണിക്കാരെല്ലാം വന്നത് കൊണ്ട് കുറെ പണിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചോറും കറിയെല്ലാം സംഗീതം വെച്ചത്. അല്ല ഞാനിനി ചോറും കറിയും കൂടി വെക്കാൻ ഇടുന്നു. ബാക്കിയല്ല രാവും ആ പണി ആടെ തന്നെ ബാക്കിയുണ്ട്. വീഡിയോ എടുത്തിട്ടുണ്ട്, ഒന്നും എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാത്ത ഞാൻ പറയട്ടെ. നിന്റെ അമ്മയല്ല സ്കോർ ചെയ്യൂടാ കമന്റ് തേച്ച് അച്ഛനെന്താ പറയാനുണ്ടോ? നമ്പർ 2 വരുന്നുണ്ടോ എന്നൊരു സംശയം. ലൈറ്റ് ചൂടടിക്കുന്നുണ്ട്. ഇല്ലല്ലോ അവനെ ഉണ്ടെങ്കിൽ പറയണേ. അപ്പൊ അതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാം തുടങ്ങാൻ വേണ്ടി നേരത്തെ പോയത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പൊ എല്ലാം ചെയ്യാൻ വേണ്ടി പോയപ്പോ ആടെ നോക്കുമ്പോ വെള്ളത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതുകൊണ്ടാണ്. അല്ലാണ്ട് നീ വിചാരിക്കുന്നതല്ല. വെള്ളത്തിന്റെ പ്രശ്നമുള്ള ഈ സാധനം കാച്ചു നിങ്ങൾക്ക് സൂപ്പർ സാധനം കാച്ചു തന്നെ ഞാൻ പ്രത്യേകം ഞാൻ എൻ്റെ അങ്ങനെയാണ്. ഇത് നമ്മളെ സെയിം വണ്ടി തന്നെ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ട് മീഷോ അങ്ങനെ മീഷോ ഒന്ന് എത്തിച്ചെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള എല്ലാ മീഷോ ഒന്ന് ഞാൻ എത്തിച്ചാണെന്ന് പറയാം. നിങ്ങൾക്ക് ഇതേ വണ്ടി ഇല്ലെങ്കിലും പല പല വണ്ടി അതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടിയിലേക്ക് തെരഞ്ഞെടുത്തിട്ട് ഇതേപോലെ ചാവി തൂക്കിയിടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കുറച്ചെന്തെങ്കിലും ഇല്ലേ ഇനിയിപ്പോ അതിൽ കറക്റ്റായിട്ട് നോക്കാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടും. ഇതേപോലെ ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്കിതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടേ ഞാൻ ഇത് കാണിച്ചു തന്നെ. അല്ലാണ്ട് ഞാൻ പൊമ്മച്ചം കാണിച്ചതല്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരാളെങ്കിലും ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കമന്റ് പറയണം കേട്ടോ. കാരണം ഞാൻ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അപ്പാട് എടാ അങ്ങനെ പല സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ആൾക്കാർ ഉണ്ടാവും ഇത് കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം എടാ ഒരു കൗതുകമുള്ള സംഭവം അല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങും. ഞാൻ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഒന്ന് ടൗണിലൊക്കെ പോകണം. ഇങ്ങനെ കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ട്. അതില്ല മോനെ ഇങ്ങനെ കളിച്ചാലും മതി. സ്കൂൾ തുറക്കാനായി. ഓക്കെ അല്ലേ? പോകാനായില്ല സ്കൂളിലേക്ക്? അത് പറയുമ്പോൾ തന്നെ ഫുൾ സൈലൻ്റായി. നാളെ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും കേട്ടാ. നാളത്തെ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. രാവിലെ ഇന്ന് അപ്പൊ എല്ലാരോടും ഇന്നത്തെ വീഡിയോ ഒന്നുമില്ലാന്ന് നമുക്ക് പറയാം. ഒന്നുമില്ലാത്ത ഈ വീഡിയോ എടുത്തിരുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതേപോലെ ഒന്നുമില്ലാണ്ട് വരാം. ഒന്നുമില്ല. അപ്പൊ എല്ലാരോടും